ഹൈ സുഹൃത്തുക്കളെ, നമ്മുടെ മനക്കൊടി പുള്ളു റോഡൊക്കെ കിടക്കണ വേസ്റ്റ് കണ്ട മയില്. എന്തിട്ടമായിരുന്നു നമുക്കറിയില്ലേ, കുട്ടികളുടെ വേസ്റ്റാണത്. കാരണം ഇവര് വേസ്റ്റ് ഇവരാരാധിക്കണ പള്ളിയിൽ അമ്പലങ്ങളിൽ കൊണ്ടുവന്നിട്ട്. കാരണം എന്താ കൊണ്ടുവന്നിട്ടില്ല, അവിടെ കൊണ്ടിട്ട് നല്ല ഇടിയും നല്ല തകർപ്പ് ഏത് രീതിയിൽ ആൾക്കാർ പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. അതുപോലത്തെ മുൻപൻ ഇടികൾ കിട്ടും. പേടും മയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ കവറിൽ കെട്ടി കൊണ്ടുവന്നിട്ട് കോപ്പി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോ വിജനമായ രാത്രിയിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ. അത് ആരിലൊക്കെ നേരത്തെ ഇവർ ഇതിട്ടുള്ളോ. കാരണം അത് ഇവരല്ല, ഈ കൊണ്ടുവന്ന് ഇടുന്ന ആൾക്കാരിൽ അനുഭവിക്കണ ഇത്. അപ്പൊ ഇവരനുഭവിക്കണത് ഇവർ കുട്ടികൾക്കാണ്. വളർന്നു കുട്ടികളാണ് ഇനി വളർന്നു വരണത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കുളങ്ങളിലും തോടുകളിലും കുളിക്കിറങ്ങുമ്പോൾ പേടിക്കണം. അത് സ്വർഗം എന്ന് പറയണ ഒരു സ്ഥലം കേരളത്തൊക്കെ ഇങ്ങനെ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇത് കണ്ട് നിൽക്കണത് നമുക്ക് വളരെ വിഷമുണ്ട്. അത് ആൾക്കാർ പ്രതികരിക്കില്ല. ആൾക്കാർ ഇതിക്കിട്ട് ഇഷ്ടം പോലെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഇപ്പന്നെ പോയി അത് ആ ടീമുകളൊക്കെ ഇത് ഏതൊരു കെട്ടിമോ ഇങ്ങനെയൊക്കെ കൈ കൊണ്ട് കാണിക്കണേ, അത് കാണിക്കണില്ലേ. പോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ക്ലോസറ്റ് നമുക്ക് ഇരുന്ന് തൂറാം. പച്ചക്ക് ഞാൻ പറയും, പാടത്ത് ക്ലോസറ്റ് കൊണ്ടുവന്നിട്ടിരിക്കണ കെട്ടികള്. പിന്നെ അതല്ലട്ടോ, ദബ്ഡിക്ക് കുറച്ച് പോയാ ബെഡുകളുണ്ട്. ബെഡുകൾ ഞാൻ കാണിച്ചു. ഈ കൊണ്ടുവന്നിടുന്ന ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടാവും, ഇവിടെ എന്ത് കൊണ്ടുവന്നിടാം, ആരും ചോദിക്കാനും പറയാനും ആരുണ്ടാവില്ല. പക്ഷെ അത് ഉണ്ടാവും സുഹൃത്തുക്കളെ. നിങ്ങൾ കൊണ്ടുവന്നിടുന്ന ഓരോ വ്യക്തികളും എണ്ണിരുന്നോ ഓരോ ദിവസങ്ങൾക്കായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ദുരിതങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഏത് ദൈവങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ആ ദൈവം പോലും വിളി കേൾക്കില്ല. കാരണം അത്ര വലിയ ക്രൂരതയാണ് നിങ്ങൾ പ്രകൃതിയോട് ചെയ്യണം. അന്നം തരണ ഈ സ്ഥലത്തിനോട് നിങ്ങൾ ചെയ്തിരിക്കണത്. ഒരിക്കലും നിങ്ങളും രക്ഷപ്പെടില്ല. നോക്കിയോ, നിങ്ങളുടെ കുടുംബം മൊത്തത്തിൽ ദുരിതങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക്. നമുക്ക് അന്നം തരുന്ന ഒരു പ്രദേശമല്ല ഇതൊക്കെ. ഈ കാറിലെ ബൈക്കിൽ വന്നിട്ട് സുഖമായിട്ട് കവറിലാക്കി വലിച്ചെറിയും. അതാണ് ഈ സംഭവം. അപ്പൊ ഇതിനെതിരെ എല്ലാവരും ഒന്ന് പ്രതികരിക്കും പ്ലീസ്. എനിക്ക് അത്ര പറയുള്ളൂ. ഞാൻ എൻ്റെക്ക് വന്നൊരു ആശയമായിട്ടാ ഞാൻ ഇപ്പോൾ പറയാൻ നിൽക്കണം. ഇങ്ങനെയുള്ളവരൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, കയ്യോടെ വേസ്റ്റുന്നവരെ കയ്യോടെ പിടിച്ചിട്ട് ചീഞ്ഞ് നാർന്ന മാലിന്യ കൂമ്പാരത്തിൽ കൊണ്ടിട്ട് ഒരാഴ്ചത്തോളം അതിൽ കൊണ്ടു നിർത്തുക. ഒരു ഗ്രില്ലിട്ട് ചുറ്റുവട്ടത്തിൽ ഗ്രില്ലിട്ടിട്ട് അതിൽ കൊണ്ട് നിർത്തിയിട്ട് അതിൽ വെച്ചിട്ട് ഇവർക്ക് ഫുഡും കഴിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ കൊടുക്കുക. 1 ലക്ഷം പിഴയും കൊടുക്കുക. 1 ലക്ഷം 5 ലക്ഷമെങ്കിലും പിഴയും കൊടുക്കുക. പിന്നീട് ഒരു ജീവിതകാലത്ത് ചെയ്യില്ല. അതെനിക്ക് 100% ഉറപ്പാ. അങ്ങനെ ചെയ്യാൻ ഒരു ഗവൺമെൻറ് മുന്നോട്ട് വെച്ചാൽ അത് വലിയൊരു വിജയം തീരും. ഉറപ്പാണ്. ആ ഒരു കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്.